അപ്പോൾ ഇത്രയധികം ശത്രുക്കൾ എന്തുകൊണ്ട് ഭാരതത്തിനുണ്ടാവുന്നു? ഭാരതം ഹാംലെസ് ആണ് എന്നെല്ലാവരും വിചാരിക്കുന്നു. നോക്കൂ, ഒരു പീസ്ഫുൾ രാജ്യം എന്ന് പറയുന്നതും ഹാംലെസ് രാജ്യം എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. സമാധാനപ്രിയമായ ഒരു രാജ്യം, ദുർബലമായ ഒരു രാജ്യം, ആരെയും ഒന്നും ചെയ്യാൻ ത്രാണിയില്ലാത്ത, ആരെന്ത് ചെയ്താലും തല്ലുവാങ്ങുന്ന രാജ്യം, ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടിടത്തും സമാധാനമാണ്. പക്ഷേ യഥാർത്ഥ സമാധാനം എന്ന് പറയുന്നത് ശക്തൻ്റെ സമാധാനമാണ്. ശക്തിയിലൂടെ മാത്രമേ സമാധാനം നിങ്ങൾക്ക് സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ഭാരതത്തിന് ഇടക്കാലത്ത് എവിടെയോ വെച്ച് ഈ അനാവശ്യമായ ചിന്തകളൊക്കെ ഉണ്ടായി. യുദ്ധം നല്ല കാര്യമല്ല, യുദ്ധം ആത്യന്തികമായിട്ട് നല്ല കാര്യമല്ല. പക്ഷേ സമാധാനത്തിന് വേണ്ടിയുള്ള യുദ്ധം ആവശ്യമാണ്. ധർമ്മഹിംസ ആവശ്യമാണ്. അതുകൊണ്ട് മഹാഭാരതത്തിൽ അഹിംസ പരമോധർമ്മ, അഹിംസയാണ് പരമായ ധർമ്മം. ധർമ്മഹിംസ തഥൈവച, ധർമ്മഹിംസയും അതുപോലെയാണ്. ഇത് ഭാരതം മനസ്സിലാക്കിയതിൻ്റെ വ്യത്യാസമാണ് ഈ കഴിഞ്ഞ 4 ദിവസത്തെ യുദ്ധത്തിൽ നമ്മൾ കണ്ടത്. പഴയ പ്രിൻസിപ്പിൾ വെച്ചാണെങ്കിൽ നമ്മൾ പാകിസ്ഥാനെ ഒന്ന് തല്ലും എന്നിട്ട് മിണ്ടാതിരിക്കും, പാകിസ്ഥാനും മിണ്ടാതിരിക്കും, യുണൈറ്റഡ് നേഷൻസിൽ പരാതി കൊടുക്കും, കഴിഞ്ഞു. വീണ്ടും അവർ ഭീകരാക്രമണം നടത്തും, വീണ്ടും നമ്മളെന്തെങ്കിലും പ്രമേയം പാസ്സാക്കും, യുണൈറ്റഡ് നേഷൻസിൽ പരാതിയൊക്കെ കൊടുക്കും, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. ഇത്തവണ നമ്മൾ ശക്തിയായിട്ട് തിരിച്ചടിച്ചു. ഒരു തവണയല്ല, പലതവണ. ആദ്യം അവരുടെ ഭീകര താവളങ്ങൾ